ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെമ്മറി ഡീ അലോക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതേപോലെ ഗാർബേജ് കളക്ഷനും. സോ നമുക്ക് ഓൾറെഡി ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, മെമ്മറി അലോക്കേഷൻ സ്കീംസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അതായത് ഓരോ പ്രോസസ്സ് വന്നാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെമ്മറി യൂണിറ്റിലുള്ള മെമ്മറി നമ്മളെങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടത്. സോ അവിടെ നിന്നും നമ്മൾ ഒരു ഷുവർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിക്ക് നമ്മൾ ആ ടോപ്പിക്ക് പറഞ്ഞതാണ്. സോ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന രണ്ട് കൺസെപ്റ്റും പിന്നെ കുറച്ച് PVക്കുമാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ മൊഡ്യൂളിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ ഏതൊക്കെ ഭാഗമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് പറയാൻ പോകുന്നത്. സോ ആദ്യമേ നമുക്ക് മെമ്മറി ഡീ അലോക്കേഷൻ കോമ്പാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് വിളിക്കാം. സോ കോമ്പാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്ക്. ഓക്കെ, ഇതൊരു മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് യൂസ് ടു കളക്ട് ദ സ്കാറ്റേർഡ് ഫ്രീ മെമ്മറി. ഓക്കെ, നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഓരോ മെമ്മറി അലോക്കേഷൻ സ്കീംസിൽ നമ്മൾ പഠിച്ചതാണ്. അതായത് നമുക്കറിയാം മെമ്മറി അലോക്കേറ്റ് ചെയ്ത് മതിപ്പോഴത്തേനും നമുക്കവിടെ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് മെമ്മറി അവിടെ കിടക്കും. ആ പ്രോസസ്സിന് നമ്മൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ കോമ്പാക്ഷൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടായി വരുന്ന കുഞ്ഞു മെമ്മറി ബ്ലോക്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അതായത് ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവിങ് ദ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ ഐഡിയ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വഴി അതൊന്ന് നോക്കാം. സോ നമ്മുടെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് 1000 KB ആണ്. ഓക്കെ, അത് നമുക്കറിയാം. അവിടെ നമുക്ക് ഓരോ പ്രോസസ്സ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ P1 എന്ന് പറയുന്ന പ്രോസസ്സിന് നമ്മളവിടെ 200 KB വേണ്ടി വന്നു. സോ അത് നമുക്ക് അവിടെ എടുക്കാനുണ്ടായിരുന്നു. സോ നമ്മളതവിടെ ഒക്യുപ്പൈ ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 100 KB വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആദ്യത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് 300 ആയിരുന്നു. ഓക്കെ, ഇത് നമ്മൾ പ്രോസസ്സ് P2 എടുത്തു. സോ നമുക്ക് അവിടേക്ക് വന്നപ്പോൾ അവിടെ ഒരു 300 KB നമ്മുടെ പ്രോസസ്സായിരുന്നു. അത് നമ്മൾ അക്കോമഡേറ്റ് ചെയ്തു. പിന്നെ അതേപോലെ ഒരു P3 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് 250 KB ഉണ്ടായി. സോ നമ്മൾ ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ ബാക്കി വന്ന മെമ്മറി, അതായത് ഫ്രാഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഹോൾ എന്നുകൊണ്ട് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് പ്രോസസ്സ് ചെയ്തപ്പോൾ നമുക്ക് ബാക്കി വന്നതാണ് 100 KB. ഓക്കെ, then നമ്മൾ P2 അതായത് പ്രോസസ്സ് 2 ചെയ്തപ്പോൾ നമുക്ക് അവിടെ ഒരു ബാക്കി വന്നു 50. ഓക്കെ, അതേപോലെ പ്രോസസ്സ് 3 ചെയ്തപ്പോൾ നമുക്ക് അവിടെ ഒരു 100 ബാക്കി വന്നു. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് 250 KB നമുക്കവിടെ ഉണ്ട്. പക്ഷേ അത് ഫ്രാഗ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഒരു 50 KB അല്ലെങ്കിൽ ഒരു 100 KBയുടെ പ്രോസസ്സ് വരണമെന്ന് വളരെ ചാൻസ് കുറവായിരിക്കും. കാര്യം അത്രയും കുഞ്ഞ് പ്രോസസ്സ് ഉണ്ടാകത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് 100 + 50 + 100 അതായത് 250 KB ഉണ്ട്. പക്ഷേ നമുക്ക് അറിയാം ഇത് സ്കാറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഇവിടെ ഒരു 50 KB കിടക്കുന്നു, അതുപോലെ പിന്നെ ഒരു 100, പിന്നെ ഒരു 100. സോ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ, അതായത് ലൈക്ക് നിങ്ങളൊരു എക്സാമ്പിൾ നോക്കുക. അതായത് ഒരു P4 എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സ് വന്നതെന്ന് വിചാരിക്കാം. അത് ഒരു 200 KB ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. സോ അങ്ങനെ ആകുമ്പോൾ അത് സ്കാറ്ററായിട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം നമുക്ക് ഇതൊരൊറ്റ ബ്ലോക്കായിരുന്നായിരുന്നെങ്കിലോ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ ഇതിനെല്ലാം കൂടി കൂട്ടി ഒരൊറ്റ ഹോളാക്കി മാറ്റുന്നു. അതായത് ഒരൊറ്റ മെമ്മറി ബ്ലോക്കായിട്ട് മാറ്റുന്നു. നമുക്കിവിടെ P1 അക്കോമഡേറ്റ് ചെയ്യാം, P2 അക്കോമഡേറ്റ് ചെയ്തു, P3 അക്കോമഡേറ്റ് ചെയ്തു. ദെൻ നമുക്കൊരു ഹോളായിട്ട്, അതായത് ബാക്കി വന്നേക്കുന്ന 250 KB നമ്മളവിടെ ഫ്രീ മെമ്മറി ആയിട്ട് അവിടെ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് P4 അതായത് 200 KBയുടെ ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മൾ സിമ്പിളായിട്ട് മെമ്മറി ഡീ അലോക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. നമുക്ക് ബാക്കി വരുന്ന ചെറിയ കിടക്കുന്ന ഫ്രാഗ്മെൻറ്റ്സിനെല്ലാം കൂടി നന്നായിട്ട് മാറ്റുള്ളൂ. സോ അത് മാത്രമേ ഉള്ളൂ ഈ കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കറിയാം എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. സോ അതേപോലെ തന്നെ നമുക്ക് എഫിഷ്യൻറ്റ് മെമ്മറി യൂസേജ് വരുന്നുണ്ട്. നമുക്കറിയാം ഇതേപോലെ ലാർജ് പ്രോസസ്സ് നമുക്ക് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞ് സൈസാണ് കിടക്കുന്നത്. സോ നമുക്ക് ലാർജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുവാണ്. എപ്പം നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് ഉള്ളൊരു സൈസൊക്കെ എത്തിക്കഴിയുമ്പോൾ. അതേപോലെ ഡിസഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമുക്കറിയാം ഇതെല്ലായിടത്തും പോയി നമ്മളത് കളക്ട് ചെയ്ത് നമ്മൾ അതിനെ മെർജ് ചെയ്ത് അങ്ങനെ ഒരു മെമ്മറി യൂണിറ്റ് ആക്കി എടുക്കണം. ഓക്കെ, അതേപോലെ നമുക്കറിയാം ഇത് CPU ഫുൾ ടൈം ആയിരിക്കണം. സോ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. നമ്മൾ എന്തിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും ഡിസഡ്വാൻറ്റേജ് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് തിയറിയിൽ ഇങ്ങനെ പറയാമെന്നുണ്ടെങ്കിലും നമുക്കൊരു റിയൽ സിസ്റ്റത്തിൽ ഇത് അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മളിവിടെ പറയാറുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗാർബേജ് കളക്ഷനാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. നമുക്ക് ചെറുതായിട്ടൊരു 3 മാർക്ക് എന്തെങ്കിലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് അത്യാവശ്യം കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അത്രയും മാത്രമേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഗാർബേജ് കളക്ഷൻ എന്താണെന്നൊരു ഡെഫിനിഷൻ നമുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാർബേജ് കളക്ഷൻ GC ഇസ് ദ പ്രോസസ് ഓഫ് ഓട്ടോമാറ്റിക്കലി, ഒന്നുകിൽ ഓട്ടോമാറ്റിക്കലി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് നമ്മളെ പ്രോഗ്രാമർ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ റീക്ലെയിമിങ് ദ മെമ്മറി ദാറ്റ് ഈസ് നോ ലോങ്ങർ ഇൻ റോസ്. അതായത് നമുക്കറിയാം മെമ്മറി അലോക്കേറ്റ് ചെയ്ത് നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വഴി മെമ്മറി അലോക്കേറ്റ് ചെയ്താണ് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അല്ലേ. സോ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത മെമ്മറിനെ നമുക്ക് ഡീ അലോക്കേറ്റ് ചെയ്യണം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ,
അപ്പം അതിനെ പറയുന്നതാണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ അതിൻ്റെ ഉദ്ദേശം എന്താണ്, നമുക്കത് പിന്നെയും റീയൂസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇതിന് നമുക്കൊരു 2-3 ടെക്നിക്സ് ഉണ്ട്, അല്ലെങ്കിൽ 2-3 മെത്തേഡ്സ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരു 3 മാർക്കിനെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് പ്രോസസ്സ്, അതായത് എന്താണ് ഗാർബേജ് കളക്ഷൻ, അതിൻ്റെ 2-3 മെത്തേഡ്സ് ജസ്റ്റ് ഒന്ന് പേര് മാത്രം പറഞ്ഞു പോയാൽ മതി. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ വളരെ ഡീപ്പായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മാർക്ക് ആൻഡ് സ്വീപ്പ്, റെഫറൻസ്, കോഡിംഗ്, കൂപ്പിംഗ് എന്ന് പറയുന്ന 3 മെത്തേഡ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പേര് മാത്രം ഓർത്ത് വെക്കുക. സോ നമ്മൾ എന്തിനാണ് ഗാർബേജ് കളക്ഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മെമ്മറി ലീക്സ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. സോ നമുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് കോമ്പാക്ഷനും ഗാർബേജ് കളക്ഷനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്നുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നമുക്കറിയാം ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീ ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാൻ ഇനി യൂസ് ഇല്ലാത്ത മെമ്മറീനെ നമ്മൾ ഫ്രീ ചെയ്യുന്നതിന് പ്രോസസ്സിനെ പറയുന്നതാണ് ഗാർബേജ് കളക്ഷൻ. അതേസമയം കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടുമുമ്പ് നമ്മൾ നോക്കിയതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രാഗ്മെൻറ്റ്സിനെ എല്ലാം കൂടെ റീഅറേഞ്ച് ചെയ്തുമാണ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഗാർബേജ് കളക്ഷൻ മേ ഐഡൻറ്റിഫൈ ഗാർബേജ്, കോമ്പാക്ഷൻ റീഓർഗനൈസ് മെമ്പർ. ഓക്കെ, അപ്പം ഗാർബേജ് കളക്ഷനും ഒരു കോമ്പാക്ഷനും തമ്മിലുള്ളൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ അതിൻ്റെ തമ്മിലൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ അത് എഴുതണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഗാർബേജ് കളക്ഷൻ, കോമ്പാക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിപ്പോയാൽ മതി. നമ്മൾ ഇതുവരെ നമ്മൾ ആദ്യമേ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച സെക്കൻഡ് മൊഡ്യൂളിൽ. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ബേസിക്സ് പഠിച്ചു അല്ലേ. ഒരു ബേസിക്സ് പഠിച്ച എന്തിനാണ്, നമുക്ക് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് പഠിക്കാനാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഡബിൾ ലിങ്ക് ലിസ്റ്റ് പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ സർക്കുലർ ലിങ്ക് ലിസ്റ്റും പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പോളിനോമിയലിൻ്റെ കാര്യങ്ങൾ പഠിച്ചു, സ്റ്റാക്ക് ക്യൂവിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ ലാസ്റ്റായിട്ട് എന്താണ് പഠിച്ചത്, സ്കീംസാണ്, അതായത് മെമ്മറി അലോക്കേഷൻ സ്കീംസാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ നമ്മൾ സിംഗിൾ ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ PYQ ഒരു ഏരിയ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. അതല്ലാതെ ഈ ബാക്കി പാർട്സ് നമുക്ക് എങ്ങനെയാണൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. സോ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റാണ്. സർക്കുലർ ലിങ്ക് ലിസ്റ്റ് അത്രയും ചോദിച്ച് കണ്ടിട്ടില്ല. ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ് കുറച്ചും കൂടി നന്നായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ പറയുന്നത് തിയറി ആൻഡ് പ്രോബ്ലംസ് ആണ് എന്തിൻ്റെ, മെമ്മറി അലോക്കേഷൻ സ്കീംസിൻ്റെ. ദെൻ അതേപോലെ തന്നെ നമുക്ക് പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഉണ്ട്, നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ അറേ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്തായാലും. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. പക്ഷേ ഞാൻ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാൻ പറയത്തില്ല. നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അൽഗോരിതം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ അൽഗോരിതംസും, ഓൾ അതർ അൽഗോരിതംസ് ആണ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ ഇപ്പോൾ ഞാൻ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് പഠിക്കുന്നില്ല, ഡബിൾ ലിങ്ക് ലിസ്റ്റ് പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ഡബിൾ ലിങ്ക് ലിസ്റ്റ് പഠിക്കാൻ പോയി നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവത്തില്ല. സോ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സസ് ഇവിടെ മറ്റേ നിങ്ങൾ കണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോൺഫിഡൻ്റ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം തന്നെ പഠിക്കാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ആ ഐഡിയ എങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡയഗ്രം വരച്ച് ആ അൽഗോരിതംസ് നോക്കി നിങ്ങൾ ഒന്നിനെ കാണാതെ പഠിക്കേണ്ടതില്ല. നമുക്ക് ലോജിക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമിന് കുറച്ച് മാർക്ക് മേടിക്കാനുള്ളവർ മാത്രം ആയിരിക്കരുത് നമ്മുടെ ഉദ്ദേശം. നമുക്കിനി ഒരു പ്ലേസ്മെൻറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. സോ അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കും നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും പഠിക്കുന്നത് ഒരിക്കൽ പോലും നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് തോന്നത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്തായാലും പഠിക്കണം. നമുക്ക് അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ട്രീസ് ആണ്. ട്രീസ് ആൻഡ് ഗ്രാഫ്സ് എന്ന അടുത്ത മൊഡ്യൂൾ. നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി അപ്ലോഡഡ് ആയിരിക്കും, ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യുക. പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ടൊന്ന് ചെയ്ത് പഠിക്കുക, അൽഗോരിതം ഒന്ന് എഴുതി നോക്കിയിട്ട് പോവുക. നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ കാണാം. താങ്ക് യു.